ഹലോ, ഇത് ഞങ്ങളൊരു യാത്ര പോകുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇത് ഉറപ്പായിട്ടും നിങ്ങളടുത്ത് പറയുന്നതായിരിക്കും. ഞങ്ങൾ ഇന്ന് പോകുന്നത് മുത്തപ്പൻ വെള്ളത്തിനാണ്. അതെ, ഞങ്ങൾ നമ്മളെ പറശ്ശിനി മുത്തപ്പൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പോൾ മാഹി എത്തിയപ്പോൾ എണ്ണയൊക്കെ അടിച്ച് പിന്നെ സെറ്റായി ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ റെയിൽവേ ഗേറ്റ് ഒന്ന് ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തലശ്ശേരി എത്തി. അവിടെ നിന്നൊരു ജ്യൂസ്, സ്പെഷ്യൽ ജ്യൂസാന്ന് പറഞ്ഞ് അങ്ങോട്ട് വാങ്ങിച്ചു തന്നതാണ്. നല്ല ടേസ്റ്റ് നാടൻ ഭാഷ നല്ല ഗുണമുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബൈപ്പാസ് കയറി. ബൈപ്പാസ് കഴിഞ്ഞ് ഞങ്ങൾ കണ്ണൂർ ടൗണിലെത്തി. അപ്പോൾ അവിടുന്ന് അവർക്ക് ചായ കുടിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 2 വണ്ടിക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു അവിടുന്ന്. അപ്പോൾ ഒരു വണ്ടിയിൽ ഇവർ 4 പേരും, ഞങ്ങളുടെ വണ്ടിയിൽ ഞങ്ങൾ 5 പേരുമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അവരെ പുറകെ ഞങ്ങളും വെച്ച് പിടിച്ചു. അങ്ങനെ ഞങ്ങൾ പറശ്ശിനി എത്തിയിട്ടുണ്ട്. അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് മേലെയായിരുന്നു വണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അങ്ങോട്ടേക്ക് നടക്കുകയാണ്. സ്റ്റെപ്പൊക്കെ ഇറങ്ങി കുറച്ചങ്ങോട്ടേക്ക് നടക്കാനുണ്ട് അമ്പലത്തിലേക്ക്. അപ്പോൾ നമ്മൾ നടന്നു പോകുന്ന വഴി അവിടെ ഒരു അമ്പലം പോലെ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു പ്രസാദം കിട്ടിയിട്ട് നെറ്റിയിൽ തൊട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുത്തപ്പൻ്റെ നടയിലെത്തി. അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. ഞങ്ങളെയും വെയിറ്റ് ചെയ്തിട്ട് 5 ചേച്ചി ഉണ്ണീട്ടനൊക്കെ ഉണ്ടായിരുന്നു ഫ്രണ്ടിൽ തന്നെ. അപ്പോൾ ഞങ്ങൾ ഉള്ളിൽ നട തുറന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചായ കുടിക്കാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ മമ്പയറും ചായയും കുടിക്കാൻ വേണ്ടി കയറി. അങ്ങനെ അതൊക്കെ കഴിച്ചു. അവിടെ നിന്ന് നേരെ ബോട്ടിൻ്റെ അവിടേക്ക് പോയി. ഇന്ന് അഞ്ജുവേച്ചിൻ്റെ ബർത്ത്ഡേയും കൂടെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സെലിബ്രേഷനും കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ കേക്ക് നമുക്ക് ബോട്ടിൽ വെച്ച് മുറിക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലായിരുന്നു. അങ്ങനെ ഉണ്ണേട്ടനും മൂപ്പനും കൂടെ കേക്ക് വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ അവർ വന്ന് ഞങ്ങൾ ബോട്ടിലേക്ക് കയറി. അപ്പോൾ ഇതാണ് ഞങ്ങളെ ബോട്ടിൻ്റെ കപ്പിത്താൻ. നല്ലൊരു ഏട്ടനായിരുന്നു, നല്ല സപ്പോർട്ടീവായിരുന്നു, നല്ല കമ്പനി ആയിരുന്നു. അങ്ങനെ കേക്ക് മുറിക്കാൻ നേരം ഫോട്ടോയിൽ അമ്പലത്തിൻ്റെ ഫ്രണ്ട് കിട്ടണം എന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ നമുക്ക് ബോട്ട് വേഗം തിരിച്ചു വെച്ചു. അങ്ങനെ അഞ്ജുവേച്ചിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് സമയം ബോട്ടിൽ അങ്ങനെ കറങ്ങി കാഴ്ചയൊക്കെ കണ്ടു. ഒരുപാട് ഇഷ്ടമായി. എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ തിരിച്ച് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യ്. നല്ല സുഖമുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ബോട്ട് യാത്രയൊക്കെ എൻജോയ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങളെ കപ്പിത്താനോട് ടാറ്റയൊക്കെ പറഞ്ഞു. അങ്ങനെ അമ്പലത്തിലെത്തി. അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ കയറി. അപ്പോൾ മുത്തപ്പൻ്റെ ചോറും ചാമ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ അങ്ങനെ അമ്പലത്തിലേക്ക് പോവുകയാണ്. അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി തൊഴുകയൊക്കെ ചെയ്ത് പുറത്തിറങ്ങി കുറച്ച് സമയം അവിടെ ഇരുന്ന് അങ്ങനെ ഞങ്ങൾ നാട്ടിലേക്ക് തിരിക്കുകയാണ്. പുറത്തെ കുറച്ച് സാധനമൊക്കെ നോക്കി. ഇത് അമ്പലത്തിനടുത്തുള്ളൊരു ചെറിയ കുളമാണ്. അമ്പലമൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് വെയിറ്റ് നോക്കിയായിരുന്നു. എല്ലാവരും നോക്കി. ചിലത് കൂടിയിട്ടുണ്ട്, ചിലത് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വെയിറ്റ് കൂടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വണ്ടീൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുക. മേലെ എത്തിയപ്പോൾ അവിടെ നിന്ന് എല്ലാവരും സ്റ്റെപ്പ് കയറി ക്ഷീണത്തിൽ ഉപ്പിട്ട് നാരങ്ങ സോഡയൊക്കെ വാങ്ങി കുടിച്ച് കുറച്ച് സമയം അവിടെ ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്ത് അവിടെ നിന്ന് നേരെ വണ്ടി പാർക്ക് ചെയ്തിടത്തിലെത്തിയപ്പോൾ ഞങ്ങൾ അവിടെ ഒരു കുരങ്ങനെ കണ്ടത്. ചെറിയൊരു കുരങ്ങായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ വണ്ടിയിൽ കയറി. അങ്ങനെ ഞങ്ങൾ നാട്ടിലേക്ക് തിരിക്കുകയാണ്. അപ്പോൾ ഈ മുന്നിലുള്ളത് അവരുടെ വണ്ടിയാണ്. അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്ക് മുഴപ്പിലങ്ങ ഡ്രൈവിംഗ് ബീച്ചിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ സൺസെറ്റ് കാണാമല്ലോ എന്നുള്ള ഇതിലാണ് എത്തിയത്. അവരൊക്കെ ചായ കുടിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് ചെന്നു. നിങ്ങളെന്താ ഇവിടെ ചായ കുടിക്കാൻ വന്നേങ്ങന്നേ? ഏടെ ചെന്നാലും ഉണ്ട്.
ഞാൻ ഫസ്റ്റ് ടൈമാണ് പഴംപൊരിയും ബീഫും ട്രൈ ചെയ്യുന്നത്. ബാക്കിയും കൊണ്ടെങ്കിൽ വാട്ടോ. പഴംപൊരിയും ബീഫും നല്ലൊരു കോമ്പിനേഷനായി തോന്നി, നല്ലോണം ഇഷ്ടമായി. അങ്ങനെ അതിന് ശേഷം ഞങ്ങൾ ബീച്ചിലേക്ക് വന്ന് അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ആ സമയത്തായിരുന്നു മീൻ പിടിക്കാൻ വേണ്ടി കടലിൽ പോയവർ മീനുമായിട്ട് വന്നത്. നല്ല പെടക്കുന്ന മീനായിരുന്നു. കുറേ സമയം അതൊക്കെ നോക്കിയെന്ന് നല്ലൊരു സൺസെറ്റ് കണ്ട് ഉണ്ണിയേട്ടൻ ഐസ്ക്രീം വാങ്ങിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് വീട്ടിലേക്ക് കുറച്ച് മീനൊക്കെ വാങ്ങി അങ്ങനെ ഞങ്ങൾ തിരിക്കുകയാണ് നാട്ടിലേക്ക്. സൺസെറ്റിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. മീൻ വന്ന ആ ഒരു ഇതിൽ മീനിൻ്റെ ഇത് നോക്കി നിന്നപ്പോൾ സൺസെറ്റിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അങ്ങനെ ഞങ്ങൾ വണ്ടി കയറി നാട്ടിലേക്ക് പോവാണ്. ഇനി ഒന്നും നോക്കുന്നില്ല, സ്ട്രെയിറ്റ് കുറ്റ്യാടി. അപ്പോൾ റെയിൽവേ ഗേറ്റ് ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സമയം അവിടെ വെയിറ്റായി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോവാണ് കുറ്റ്യാടിക്ക്. അങ്ങനെ പറശ്ശിനി വിശേഷം ഇവിടെ കഴിയുകയാണ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്